നാറിയ പട്ടി എന്ന് വിളിക്കുന്നു. അച്ഛന്റെയും അമ്മയുടെയും ജോലിയുടെ കാരണം പറഞ്ഞ് കുട്ടികളെ പീഡിപ്പിക്കുന്നു. കറുപ്പ് നിറമാണെങ്കിൽ അതിന്റെ പേരിൽ മോശമായി പെരുമാറുന്നു. തടിയുണ്ടെങ്കിൽ മോശമായി പെരുമാറുന്നു. പേര് MK റാം എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ പോലീസ് പറയുന്ന വിചിത്രമായൊരു ഭാഷ. ഈ പീഡനത്തിന് നേതൃത്വം കൊടുത്ത MK റാം എന്ന് പറയുന്ന ആൾ ഒരു പട്ടികജാതിക്കാരനാണ്. അതുകൊണ്ട് അട്രോസിറ്റീസ് ആക്ട് നിലനിൽക്കില്ല എന്നാണ് പറയുന്നത്. റാം ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ്. അയാൾ കണ്ണൂരിൽ വന്ന് പള്ളിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വിവാഹം കഴിച്ച് അയാളോട് ജീവിക്കുകയാണ്. നിങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടു കാണും, റാമിനെ കണ്ടു കാണും, റാമിന്റെ ചിത്രം കണ്ടു കാണും. അദ്ദേഹത്തിന്റെ മേനിക്കൊഴുപ്പും അദ്ദേഹത്തിന്റെ ത്വക്കിന്റെ വർണ്ണവും ഒരു സവർണനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആന്ധ്രാപ്രദേശിലെ പട്ടികവർഗക്കാരനാണെങ്കിൽ കണ്ണൂരിൽ വന്ന് അദ്ദേഹം ഒരു സവർണനായി ജീവിക്കുകയാണ്. വന്ന് പള്ളിക്കുന്നിൽ വിവാഹം കഴിച്ച് ഒരു സവർണനായി ജീവിക്കുന്ന റാം സവർണനാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയാണ് പീഡനം നടത്തുന്നതെങ്കിൽ അദ്ദേഹം ഇപ്പൊ തലശ്ശേരി സെഷൻസ് കോടതിയിൽ നൽകിയിരിക്കുന്ന മുൻകൂർ ജാമ്യാപേക്ഷയിൽ താൻ പട്ടികജാതിക്കാരനാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ രക്ഷപ്പെടാൻ വേണ്ടി പട്ടികജാതി എന്ന ബ്രാൻഡ് ഇപ്പൊ റാം ഉപയോഗിക്കുകയാണ്. അപ്പൊ തന്നെ നമുക്കറിയാം, ഇത്രയും ഫ്രോഡായിട്ടുള്ള ഒരാൾ ഈ പീഡനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോ പോലീസ് അട്രോസിറ്റീസ് ആക്ട് നിലനിൽക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഇത് ആരുടെ ഉത്തരവാദിത്തമാണ്? പൊതുസമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണോ? പീഡനത്തിന് വിധേയമായി ആത്മഹത്യയിൽ അഭയം തേടിയ കുട്ടിയുടെ ഉത്തരവാദിത്തമാണോ? രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തമാണോ? കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണോ? നിങ്ങളിപ്പോ കണ്ടില്ലേ, തിരുവനന്തപുരത്ത് വൈറലായിട്ടുള്ള കുംഭമേള വൈറലായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയെ കൊണ്ടുവന്ന് ചെറുപ്പക്കാരി യുവതി എന്ന് പറയാൻ പറ്റത്തില്ല, കൊണ്ടുവന്ന് പാർട്ടി നേതാക്കളുടെ നേതൃത്വത്തിൽ ഇപ്പൊ നടത്തിയ കല്യാണത്തെ കുറിച്ച് നിങ്ങൾ കണ്ടു. സംബന്ധിച്ച് പ്രശ്നമുണ്ട്. ഇപ്പൊ പോക്സോ കേസ് എടുത്തിരിക്കുകയാണ്. 16 വയസ്സേ ഉള്ളൂ എന്ന് പറയും. കല്യാണം നടത്തി. ഒരു പ്രശ്നം ആരുടെ ഉത്തരവാദിത്വം? ഇവിടെ ഒരു കുട്ടി പീഡനത്തിനിരയായ ഒരു കുട്ടിക്ക് നീതി ലഭ്യമാകുന്നതിന് വേണ്ടി അട്രോസിറ്റീസ് ആക്ട് ബുക്ക് ചെയ്യണം. ആ കുട്ടി പട്ടികജാതിയിൽ പെട്ടതാണെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടാവും. പ്രതിപട്ടികയിൽ ഉണ്ടായിട്ടുള്ള MK റാമും KT സംഗീത നമ്പ്യാർ പേര് കൊണ്ട് അങ്ങനെയാണെന്ന് നമുക്കറിയാം. ആരുടെ ഉത്തരവാദിത്വം? പോലീസിന്റെ ഉത്തരവാദിത്വം. ഇപ്പൊ മറ്റൊരു കാര്യം, ഒരു ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് അന്വേഷണം പോലീസ് വലിയ തോതിൽ നടത്തുകയാണ്. സംഭവം നടന്ന് 10 ദിവസം കഴിഞ്ഞിട്ട് പോലീസിന്റെ ഭാഷ്യം പ്രതികളുടെ മൊബൈൽ ഫോൺ ഓഫാണ്, വീടുകളിൽ അവരില്ല, തീർന്ന കാര്യം. പക്ഷെ അജ്ഞാതമായ മുഖം പോലും പരിചയമില്ലാത്ത ഓൺലൈൻ തട്ടിപ്പുകാരനായിട്ടുള്ള ലോൺ ആപ്പിന്റെ ആളുകളെ ഉത്തർപ്രദേശിലെ നോയിഡയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നു കണ്ണൂർ പോലീസ്. ആലോചിച്ച് നോക്കൂ, എത്ര താല്പര്യം. നോയിഡയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നു ആപ്പിന്റെ നമുക്ക് കാണാൻ കഴിയാത്ത മുഖമില്ലാത്ത ലോൺ തട്ടിപ്പുകാരെ കൊണ്ടുവന്നിരിക്കുന്നു. ഞങ്ങൾ കണ്ണൂർ പോലീസിന്റെ ആസ്ഥാനത്തേക്ക് കമ്മീഷണർ ഓഫീസിലേക്ക് സമരവുമായി വരുമ്പോ സമാന സ്വഭാവമുള്ള കേരളത്തിലെ മറ്റ് കേസുകളിൽ, രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസുകളിൽ പോലീസ് ഈ നടപടിയാണോ തുടർന്നത്? പ്രതികളുടെ വീട് പരിശോധിക്കുന്നു, മൊബൈൽ ഫോൺ ലൊക്കേഷൻ നോക്കുന്നു, ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നു, പോകാനിടയുള്ള സ്ഥലങ്ങളെല്ലാം പരിശോധിക്കുന്നു, സഹായിക്കാനിടയുള്ളവരെ കസ്റ്റഡിയിലിരിക്കുന്നു, എടുക്കുന്നു, വീട്ടുകാരെ കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ ഇരുത്തുന്നു, സമ്മർദ്ദമുണ്ടാക്കുന്നു, പ്രതികൾ സറണ്ടർ ചെയ്യുന്നു എന്നെല്ലാം കേരളം കണ്ടിട്ടുണ്ട്.